വന്ന കലാപകാരികൾ, രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരവാദികൾ, തന്റെ മുമ്പിലുള്ളവരുടെ, ആണുങ്ങളുടെ, പെണ്ണുങ്ങളുടെ, കുട്ടികളുടെ, പ്രായമുള്ളവരുടെ മതവും പേരും ചോദിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഭീകരവാദികളെ എന്ന് പറയാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. കാരണം എന്താണ്? നിങ്ങൾ ഏതെങ്കിലും ഒരു മതത്തെ തെരഞ്ഞുപിടിക്കാനാണ് എങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. ഈ രാജ്യത്തിന് വേണ്ടി മരിക്കാൻ ആഗ്രഹിക്കുന്നവരും ഈ രാജ്യത്തിന് വേണ്ടി ധീര രക്തസാക്ഷിത്വം വഹിച്ചവരും നിങ്ങൾ മാറ്റി നിർത്തിയ പേരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അബദ്ധം പറ്റി എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ പിറകിലെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ സഹിഷ്ണുതയ്ക്കും മതേതരത്വത്തിനും സെക്കുലറിസത്തിനും വേണ്ടി രക്തം പാർന്നൊലിച്ചത്, കബന്ധങ്ങൾ കൊടുത്തത്, ശരീരം കൊടുത്തത്, സമ്പത്ത് കൊടുത്തത്, ധീരമായി അവസാനത്തെ നിശ്വാസം വരെ, നിണം വരെ, അവസാനത്തെ തുള്ളി രക്തം വരെ പോരാടിയത് ഇവിടെയുള്ള മുസ്ലിമീങ്ങളാണ്. ഭീകരവാദികളെ നിങ്ങൾക്ക് തെറ്റി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയൊരു അവസരമുണ്ടെങ്കിൽ ഇനിയും രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ അവസാനത്തെ ശ്വാസം വരെ പോരാടാൻ ഞങ്ങൾക്ക് കഴിയും. കാരണം ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണത്. ജനിച്ച മണ്ണിനോടുള്ള കോറ്, ജീവിക്കുന്ന മണ്ണിനോടുള്ള കോറ്, അത് വിശ്വാസത്തിന്റെ ഭാഗമായതുകൊണ്ട് 100 വട്ടം ഞങ്ങൾ ആ ദൗത്യം ഏറ്റെടുക്കാൻ ഇനിയും ഞങ്ങൾക്ക് സാധ്യമാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ മ്ലേച്ഛമായ വാക്കുകൾ കൊണ്ട് ഏതെങ്കിലും തീവ്രവാദികൾ സ്വയം അപഹാസ്യരാകുന്നെങ്കിൽ അവരോട് പറയാനുള്ളത് അതാണ്. രാജ്യത്തെ മുഴുവൻ നടുക്കിയ 22-ാം തീയതി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമുണ്ടായ ആ ദാരുണമായ സംഭവത്തിൽ കേവലം കശ്മീരിലോ പരിസരത്തോ ഉള്ള ആളുകൾ മാത്രമല്ല ഖേദം പ്രകടിപ്പിക്കുന്നത്, അതിന്റെ അനുശോചനം രേഖപ്പെടുത്തുന്നത്, പറഞ്ഞാൽ തീരാത്ത ആ ദുഃഖത്തിൽ പങ്കുകാരാകുന്നത്. രാജ്യത്തിലുള്ള മുഴുവൻ ആളുകളും ആ ദുഃഖത്തിൽ പങ്കുകാരാണ്. അത് കേവലം ഒരു വാക്കിൽ ഒതുക്കാൻ പറ്റുന്നതല്ല. സ്വസ്ഥവും സുഖകരവും ശാന്തവുമായി ജീവിച്ച ഒരു മണ്ണിനെ, സ്വർഗം എന്ന്, ഭൂമിയിലെ സ്വർഗമാണ് കശ്മീർ എന്ന വിളിപ്പേരുള്ള പ്രത്യേകമായ താഴ്വരയെ നരകതുല്യമാക്കുന്നതിലൂടെ വാസ്തവത്തിൽ ആർക്കാണ് ഈ രാജ്യത്ത് അല്ലെങ്കിൽ കശ്മീരിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഈ വലിയ കലാപകാരികളുടെ, ഭീകരവാദികളുടെ ഉദ്ദേശ ലക്ഷ്യം നമുക്ക് മനസ്സിലാകും. വിശ്വാസികൾ പ്രത്യേകിച്ച് ആ ഭാഗം ചിന്തിക്കേണ്ടതുണ്ട്. വലിയ ശാന്തമായി മുന്നോട്ട് പോകുന്ന ഒരു നാട്, ഇന്ത്യയുടെ സ്വർഗമെന്നല്ല, ലോകത്തിന്റെ സ്വർഗമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നാടാണ്. പ്രിയപ്പെട്ടവരെ, കശ്മീരിലെ ശ്രീനഗറിൽ നിന്ന് 94 കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് പെഹൽഗാം എന്ന് പറയുന്ന ആ സ്ഥലത്തു നിന്ന് ഏകദേശം 6 കിലോമീറ്റർ കാൽനടയായിട്ടോ അല്ലെങ്കിൽ കുതിര സവാരിയായിട്ടോ മാത്രം പോകാൻ പറ്റുന്ന ബൈസരൻ വാലി എന്ന് പറയുന്ന മനോഹരമായ ഒരു പ്രദേശം. കുന്നുമാമലകളും താഴ്വരകളും പർവ്വതനിരകളും പൈൻമരങ്ങൾ കൊണ്ട് ഭൂമിയിലെ സ്വർഗം തീർത്ത ആ ബൈസരൻ വാലി എന്ന് പറയുന്ന പ്രദേശത്തെ രക്തക്കളമാക്കിയവർക്ക് മാപ്പില്ല എന്ന് രാജ്യത്തിന്റെ ആ വേദനയോടൊപ്പം പങ്കുചേർന്നുകൊണ്ട് പറയുകയാണ്. സോഷ്യൽ മീഡിയയിൽ കാര്യമറിയാതെ ഏതോ ചില അവസരങ്ങൾ വരുമ്പോ അതിന് പിന്നിൽ എന്റെ പ്രിയപ്പെട്ടവരെ നാം പോകേണ്ടതില്ല. മാധ്യമങ്ങൾ മുഴുവൻ കേവലം ഏതെങ്കിലും ഒരു മതത്തിനെതിരെയുള്ള ഒരു പ്രവർത്തനമല്ല എന്ന് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ മനോഹരമായ ആ താഴ്വരയിൽ ഉണ്ടായ സംഭവത്തിന്റെ പശ്ചാത്തലം നമ്മളൊന്ന് ചിന്തിച്ചാൽ, അവർ മതം ചോദിച്ചു അത്രേ. എന്നെ ഏറ്റവും കൂടുതൽ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത ഒരു വസ്തുതയാണത്. വന്ന കലാപകാരികൾ, രാജ്യം കണ്ട ഏറ്റവും വലിയ ഭീകരവാദികൾ, തന്റെ മുമ്പിലുള്ളവരുടെ, ആണുങ്ങളുടെ, പെണ്ണുങ്ങളുടെ, കുട്ടികളുടെ, പ്രായമുള്ളവരുടെ മതവും പേരും ചോദിച്ചെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഭീകരവാദികളെ എന്ന് പറയാൻ എന്റെ പ്രിയപ്പെട്ടവരെ ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. കാരണം എന്താണ്? നിങ്ങൾ ഏതെങ്കിലും ഒരു മതത്തെ തെരഞ്ഞുപിടിക്കാനാണ് എങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. ഈ രാജ്യത്തിന് വേണ്ടി മരിക്കാൻ ആഗ്രഹിക്കുന്നവരും ഈ രാജ്യത്തിന് വേണ്ടി ധീര രക്തസാക്ഷിത്വം വഹിച്ചവരും നിങ്ങൾ മാറ്റി നിർത്തിയ പേരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ അബദ്ധം പറ്റി എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ പിറകിലെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ സഹിഷ്ണുതയ്ക്കും മതേതരത്വത്തിനും സെക്കുലറിസത്തിനും വേണ്ടി രക്തം പാർന്നൊലിച്ചത്, കബന്ധങ്ങൾ കൊടുത്തത്, ശരീരം കൊടുത്തത്, സമ്പത്ത് കൊടുത്തത്, ധീരമായി അവസാനത്തെ നിശ്വാസം വരെ, നിണം വരെ, അവസാനത്തെ തുള്ളി രക്തം വരെ പോരാടിയത് ഇവിടെയുള്ള മുസ്ലിമീങ്ങളാണ്. ഭീകരവാദികളെ നിങ്ങൾക്ക് തെറ്റി എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയൊരു അവസരമുണ്ടെങ്കിൽ ഇനിയും രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ അവസാനത്തെ ശ്വാസം വരെ പോരാടാൻ ഞങ്ങൾക്ക് കഴിയും. കാരണം ഞങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണത്. ജനിച്ച മണ്ണിനോടുള്ള കോറ്, ജീവിക്കുന്ന മണ്ണിനോടുള്ള കോറ്, അത് വിശ്വാസത്തിന്റെ ഭാഗമായതുകൊണ്ട് 100 വട്ടം ഞങ്ങൾ ആ ദൗത്യം ഏറ്റെടുക്കാൻ ഇനിയും ഞങ്ങൾക്ക് സാധ്യമാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ മ്ലേച്ഛമായ വാക്കുകൾ കൊണ്ട് ഏതെങ്കിലും തീവ്രവാദികൾ സ്വയം അപഹാസ്യരാകുന്നെങ്കിൽ
അവരോട് പറയാനുള്ളത് അതാണ്. മാത്രമല്ല, നിങ്ങൾ ആലോചിച്ചു നോക്ക്, ആരതി എന്ന് പറയുന്ന സഹോദരി തന്റെ പ്രിയപ്പെട്ട അച്ഛൻ എൻ രാമചന്ദ്രൻ എന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട പിതാവ് വെടികൊണ്ട് പിടഞ്ഞു മരിക്കുന്ന സമയത്ത് തൊട്ട് പരിസരത്തുണ്ടായ തന്റെ ഇരട്ട കുഞ്ഞുങ്ങളായ 2 കുഞ്ഞുങ്ങളെ നിലവിളിക്കുമ്പോ തന്റെ ശിരസിലേക്കും തോക്ക് ചൂണ്ടുമ്പോ നാം മനസ്സിലാക്കേണ്ടത് അവർക്ക് സഹായമായി അവരെ സ്വാന്തനപ്പെടുത്താനും കൂടെ നിന്നത് അവര് പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ട 2 അനുജന്മാരെ പോലെ, എന്റെ പ്രിയപ്പെട്ട 2 അനുജന്മാരെ പോലെ മുസാഫിർ എന്നു പേരുള്ള, സമീർ എന്നു പേരുള്ള കശ്മീരികളായ സഹോദരങ്ങളായിരുന്നു. എനിക്ക് കശ്മീരിൽ നിന്ന് 2 അനുജ സഹോദരങ്ങൾ ലഭിച്ചു എന്ന് ആത്മാർത്ഥമായി പറഞ്ഞത് നാം സോഷ്യൽ മീഡിയയിലൂടെ, മീഡിയ വാർത്തകളിലൂടെ, മാധ്യമങ്ങളിലൂടെ ലൈവായി നമ്മൾ കണ്ടവരാണ്. എനിക്ക് 2 സഹോദരങ്ങൾ ലഭിച്ചു. സമീർ എന്ന് പറയുന്ന, മുസാഫിർ എന്ന് പറയുന്ന 2 സഹോദരങ്ങൾ എന്റെ ദുഃഖത്തോടൊപ്പം ചേർന്ന് നിന്ന് നേരം വെളുക്കുന്നത് വരെയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ സ്വാന്തനപ്പെടുത്താനും അവസാനം യാത്രയാക്കാനും കണ്ണുനീരോടെ യാത്രയാക്കാനും ഉണ്ടായിരുന്നത് ഈ 2 സഹോദരങ്ങളാണെന്നാണ്. എന്ന് മാത്രമാണോ, തന്റെ പ്രിയപ്പെട്ട കുതിര സവാരിക്കാരായ സഹോദരങ്ങളുടെ മതമേതെന്ന് നോക്കാതെ, മതം പരിശോധിക്കാതെ സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന സഹോദരൻ കടന്നു വന്ന തീവ്രവാദിയുടെ തോക്കിന്റെ മുനമ്പിൽ പിടിച്ചെങ്കിൽ ഈ രാജ്യത്തിന്റെ സ്നേഹത്തിന്റെ, മതേതരത്വത്തിന്റെ മാതൃകയായി ഈ രാജ്യത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ഞങ്ങളെന്ന് ജീവൻ മരണം പോരാട്ടം നടത്തി അവരുടെ തോക്കിൽ പിടിച്ച സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ എന്ന് പറയുന്ന സഹോദരനെ മുൻനിർത്തിയിട്ട് ഓ ഭീകരവാദികളെ, നിങ്ങൾ എന്തിന് പേര് ചോദിക്കണം? നിങ്ങൾ പേര് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നാണ് പറയാനുള്ളത്. അങ്ങനെ എത്രയെത്ര സംഭവങ്ങൾ. അവസാനം ആ തോക്കിൽ, ഭീകരവാദിയുടെ തോക്കിൽ കയറി പിടിക്കുമ്പോ മറ്റൊരു ഭീകരവാദി വെടിവെച്ച് അവിടെ കിടന്ന് രാജ്യത്തിന് വേണ്ടി പിടഞ്ഞു മരിച്ച ആ നിണമുണ്ടല്ലോ, ആ രക്തത്തുള്ളികൾ ഉണ്ടല്ലോ, ആ രക്തത്തുള്ളികൾക്ക് സൗഹാർദ്ദത്തിന്റെയും സ്നേഹത്തിന്റെയും യഥാർത്ഥ രക്തസാക്ഷിത്വത്തിന്റെയും പ്രതിഫലമുണ്ട്, അതിന് മാതൃകയുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അല്ലാഹു സമാധാനം നൽകുമാറാകട്ടെ. ആ കുടുംബങ്ങളുടെ കരച്ചിലും അവരുടെ കണ്ണുനീരും അവരുടെ വിലാപവും അവരുടെ പ്രയാസവും അവരുടെ ഒറ്റപ്പെടലും രാജ്യം മുഴുവൻ അവരോടൊപ്പമുണ്ട്. ഈ ഭീകരവാദികൾക്കെതിരാണ് എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അത് പാകിസ്ഥാൻ ആയാലും കൊള്ളാം, ചൈനയായാലും കൊള്ളാം, ബംഗ്ലാദേശ് ആയാലും കൊള്ളാം, ഏത് അതിർത്തി രാജ്യങ്ങളാകട്ടെ, ഭൂഖണ്ഡങ്ങൾക്കപ്പുറമുള്ളതാകട്ടെ, ഈ രാജ്യത്തിന്റെ സ്വത്വത്തിനോടൊപ്പം, ഈ രാജ്യത്തിന്റെ സമാധാനത്തിനോടൊപ്പം, ഈ രാജ്യത്തിന്റെ ഒരുമയോടൊപ്പം ചേർന്ന് നിൽക്കാൻ വിശ്വാസികൾ ഉണ്ടാകുമെന്നത് ചരിത്ര യാഥാർത്ഥ്യമാണ് എന്ന് ഇത്തരുണത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ പറയപ്പെട്ട 28ഓളം ആളുകൾ വീരമൃത്യു വരിക്കുമ്പോ, ഭീകരവാദികളാൽ നിഷ്ഠൂരമായി കൊല്ലപ്പെടുമ്പോ അതിൽ മായാത്തൊരു ചിത്രമുണ്ട്. നിങ്ങൾ വായിച്ചവരാണ്, അറിഞ്ഞവരാണ്. ഒരിക്കലും നമ്മുടെ കൺമുമ്പിൽ നിന്നും മായാത്തൊരു ചിത്രമുണ്ട്. 6 ദിവസമായി വിവാഹം കഴിഞ്ഞ് സന്തോഷത്തിന്, ആഘോഷത്തിന്, വിനോദസഞ്ചാരത്തിന് പ്രിയപ്പെട്ട പ്രിയതമന്റെ കൈപിടിച്ചു കൊണ്ടുവന്ന സഹോദരി തന്റെ പ്രിയപ്പെട്ട പ്രിയതമൻ വെടിയേറ്റ് കിടക്കുമ്പോ ഇരകളുടെ പ്രതീകമായി മാറിയ വിനയ് നർവാളിന്റെ ആ ശരീരത്തിന് മുമ്പിൽ, ചേതനയറ്റ ശരീരത്തിന് മുമ്പിൽ ഹിമാൻഷി എന്ന് പറയുന്ന ആ സഹോദരി നിസ്സഹായയായി ആ മൈതാനത്ത് ഗ്രൗണ്ടിലിരിക്കുന്ന ചിത്രമുണ്ടല്ലോ, അത് ഇരകളുടെ പ്രതീകമായി നമ്മുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഞാൻ പറയുന്നത്, ഈ രാജ്യത്തിനോടുള്ള സ്നേഹം നമുക്ക് വലുതാണ്. അതാരോടും പറഞ്ഞു ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല, അതാരോടും വരച്ചു കാട്ടേണ്ട ആവശ്യമില്ല, അതാരോടും എഴുതി പിടിപ്പിച്ച് ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായതുകൊണ്ട് ഈ മണ്ണിന് ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ ആത്മാർത്ഥതയുടെ ചരിത്രം ഉറച്ചുറച്ച് പറയാനുണ്ടെങ്കിൽ കഴിഞ്ഞുപോയ കാലത്ത് മുസ്ലിം സമുദായത്തിന്റെ പണ്ഡിതന്മാരുടെയും വലിയ വലിയ ആലിമീങ്ങളുടെയും ഔലിയാക്കന്മാരുടെയും ചരിത്രമാണ്, ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ കൊടുത്ത ചരിത്രമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ ഭീകരവാദികളെ, കേവലം നാളെ ഒരു വാർത്തയിൽ 10 പേരെ ഇന്ന സ്ഥലത്ത് വെച്ച് വെടിവെച്ചു കൊന്നു എന്ന് പറയുന്നതിനേക്കാൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അവരുടെ മുട്ടിലോ കാലിലോ വെടിവെച്ചിട്ട് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഈ രാജ്യം കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ കൊടുക്കണമെന്നാണ്. പടച്ചവൻ തൗഫീഖ് നൽകുമാറാകട്ടെ, ഈ രാജ്യത്ത് സമാധാനം നൽകുമാറാകട്ടെ.